ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവരിലും കോമൺ ആയി കണ്ടുവരുന്ന ഒന്നാണ് മുടി കൊഴിച്ചിൽ, താരൻ, ഡ്രൈ ഹെയർ, പുതിയ മുടി വളരാത്തതൊക്കെ. ഇതിൻ്റെ എല്ലാം സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതെ, താളി. ഇതിനായി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ചെമ്പരത്തി ഇലയാണ്. ഇത് നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും താരനെ അകറ്റാനും പുതിയ മുടി വളരാനും ഒക്കെ ഏറെ സഹായിക്കും. ചെമ്പരത്തി ഇല പോലെ തന്നെ എല്ലാ ഔഷധ ഗുണങ്ങളും ഉള്ള ഒന്നാണ് ചെമ്പരത്തി പൂവ്. എൻ്റെ കയ്യിൽ ചെമ്പരത്തി പൂ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ചേർക്കാഞ്ഞത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കേണ്ടതാണ്. ചെമ്പരത്തിലയോടൊപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് അലോവേര അഥവാ കറ്റാർവാഴ. ഹെൽത്തി ഹെയർ ഗ്രോത്തിന് ഏറെ സഹായിക്കുന്ന അലോവേരയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. കരുത്തുറ്റ ഇടതൂർന്ന മുടി വളരാനും മുടികൾ പൊട്ടിപ്പോകുന്നത് തടയാനും ഡാമേജ്ഡ് ഹെയർ റിപ്പയർ ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലെ ഫംഗൽസ് ഓർ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഏറെ സഹായിക്കുന്നു. അതേപോലെ ഡ്രൈ ഹെയർ അഥവാ ഫ്രിസി ഹെയർസ് മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഹെയർ ഫോൾസ് കൺട്രോൾ ചെയ്യാനൊക്കെ അലോവേര ജെൽ ഏറെ സഹായിക്കുന്നുണ്ട്. താളിയാക്കാൻ നമുക്കിനി ആവശ്യമുള്ളത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസം എടുത്ത് വെച്ച കഞ്ഞിവെള്ളം. അത് നമ്മുടെ തലയിൽ താരൻ അകറ്റാനും തലയിൽ ചെറിയ തണുപ്പ് നൽകാനൊക്കെ സഹായിക്കും. നമുക്കിനി ഇവയെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് വരാം. മിക്സിയിൽ ചെമ്പരത്തി ഇല, കറ്റാർ വാഴയുടെ ജെല്ല്, കഞ്ഞിവെള്ളം ഇവ മൂന്നും കൂടി നല്ലോണം അരച്ചെടുത്തിട്ട് ഒരു നല്ല കോട്ടൻ്റെ തുണിയിൽ അരിച്ചെടുക്കാം. അപ്പോൾ അതിലുള്ള ഇലകളും അതിലെ കട്ടകളും നമുക്ക് അരിച്ച് കളയാവുന്നതാണ്. ഇത് നന്നായി മുടിയിൽ അപ്ലൈ ചെയ്ത് മുടിയുടെ അറ്റത്തും എല്ലാം അപ്ലൈ ചെയ്ത് ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് ടൈം വെച്ചാൽ മതി. അല്ലാത്തവർ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് മുടി കഴുകിക്കളഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് ഹെൽത്തി ഹെയർ നമുക്കാക്കി. ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിലൊരു 2 തവണയെങ്കിലും യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഹെയർ ഗ്രോത്തും ഡാൻഡ്രഫൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.